സുബർഗത്തിലെ കല്യാണം എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലൊരു കല്യാണത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആക്കോട്ടാണ്. മുസ്തഫ ഹുദവി ആക്കോടിൻ്റെ ആക്കോട് ഇസ്ലാമിക് സെൻറ്ററിന് കീഴിൽ നടക്കുന്ന വിവാഹം. ആദ്യം ആ വിവാഹ അന്തരീക്ഷ കാഴ്ചകളാണ്. ഇപ്പം നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ 7 യത്തീം കുട്ടികളുടെ നിക്കാഹാണ് ഇവിടെ നടക്കുന്നത്. എന്തുകൊണ്ട് ഈ 7 ഇത്ര വ്യത്യസ്തമാകുന്നു എന്നതാണ്. ഇപ്പോൾ 20ഉം 30ഉം ഒക്കെ വിവാഹങ്ങൾ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ 7-നൊരു 10 മാറ്റമുണ്ട്. അതിൻ്റെ പിറകിൽ ഒരുപാട് കഥകളുണ്ട്. ആ കഥ നമ്മൾക്കറിയണം. ആ കഥ നമ്മളോട് പറയുന്നത് ഈ സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ടുള്ള മുസ്തഫ ഹുദവി ആക്കോട് ഉസ്താദ് അവർക്കാണ്. ഉസ്താദിനെ നമ്മളൊന്ന് കാണുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ മുസ്തഫ ഹുദവി ഉസ്താദ് ഉണ്ട്. ഉസ്താദ് അസ്സലാമു അലൈക്കും. വളരെ ഒരു സന്തോഷത്തോടു കൂടി കാണപ്പെടുന്നുണ്ട്. സ്വന്തം കുട്ടികളുടെ കല്യാണമാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതൊരു പിതാവിനും ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ്. ഇപ്പം ഈ ഒരു സമയം, ഇപ്പോൾ കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ നമ്മൾ നിക്കാഹിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഉസ്താദിൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചാരിതാർത്ഥ്യം എന്താ, ഒരു സന്തോഷം എന്താണ്? ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ആക്കോട് ഇസ്ലാമിക് സെൻറ്റർ വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഈ യതീം സംരക്ഷണ രീതിയും പുതിയ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അങ്ങനെയുള്ളൂ നമ്മുടെ പൂർവികന്മാരുണ്ടാക്കി തന്ന ഒരു നന്മ അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രയത്നത്തെ ഏറ്റെടുക്കാൻ ഒരു തലമുറ ഉണ്ടാകും എന്ന് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. കാരണം ഈ നന്മ നിന്നു പോകാൻ പാടില്ലല്ലോ, ലോകത്തൊരു നന്മയും നിന്നു പോകാൻ പാടില്ല. അൽഹംദുലില്ലാഹ് ഈ ജനബാഹുല്യമൊക്കെ കാണുമ്പോൾ ഈ നന്മയെ ഏറ്റെടുത്ത് നടത്താൻ വലിയൊരു തലമുറ, നമ്മുടെ പൂർവികന്മാർ പകർന്നു തന്ന ഈ നന്മ ഏറ്റെടുത്താൻ വലിയൊരു ഒരു തലമുറ ഇതിന് പിന്നിലുണ്ട് എന്നത് വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവും നൽകാൻ. പിന്നെ അതിന് പുറമെ 7 മക്കളുടെ വാപ്പമാരും 6 അടി മണ്ണിലാണ്. ആ വാപ്പമാർ ജീവിച്ചിരിക്കുന്ന സമയത്തുള്ളതിനേക്കാളും സന്തോഷത്തോടെ മുത്തുനബിയുടെ ഉമ്മത്തിൽ യതീമുകളെ സ്നേഹിക്കുന്ന ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ച് അവരുടെ നിക്കാഹ് ഒരു വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വെച്ച് നടത്തിയിട്ട് സുരക്ഷിതമായ ആളുകളുടെ കൈകളിൽ ഏൽപ്പിക്കാൻ കഴിയുന്നു എന്നത് വലിയൊരു സന്തോഷമാണ്. ജീവിതത്തിൽ എത്രയോ വേദനകൾ ഏറ്റെടുത്ത് കടിച്ചിറക്കി അല്ലെങ്കിൽ സഹിച്ച മക്കളാണവർ. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്ന ഏതൊരു ചെറിയ സന്തോഷത്തിൻ്റെ ഹേതുകമാകുന്ന കാരണവും അള്ളാഹും റസൂലുള്ളാഹിക്കും വലിയ ഇഷ്ടമായിരിക്കും. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മുടെ ഈ പ്രയത്നങ്ങളെ അമലൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സ്വന്തം ഒരുപാട് സമൂഹ വിവാഹങ്ങൾ നമ്മുടെ ഈ സാമൂഹിക അന്തരീക്ഷത്തിലൊക്കെ നടക്കാറ്, സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ നടക്കാറുണ്ട്. അതിൽ നിന്ന് ഇസ്ലാമിക് സെൻറ്റർ ആക്കോട് നടത്തുന്ന ഈ സമൂഹ വിവാഹം എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത്? ഇത് സത്യത്തിൽ നമ്മൾ സമൂഹ വിവാഹം എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഈ സമൂഹ വിവാഹം എന്ന് പറഞ്ഞാൽ സമൂഹം ഒന്നിച്ച് നടത്തുന്ന വിവാഹം എന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിലും സാധാരണ നമ്മുടെ സമൂഹത്തിൽ ഈ സമൂഹ വിവാഹം എന്ന് പറയുമ്പോൾ അതിനൊരു കാഴ്ചപ്പാടുണ്ട്. അതായത് സംഘടനകളോ മറ്റോ ഒക്കെ കുറച്ച് പൈസ സ്വരൂപിച്ച് യതീമുകളെയോ പാവങ്ങളെയൊക്കെ പെട്ടെന്ന് കണ്ടെത്തി അങ്ങനെ അവർക്ക് പറ്റാവുന്ന വൈവാഹിക ബന്ധങ്ങളും കണ്ടെത്തി നടത്തുന്ന വിവാഹങ്ങൾക്കാണ് നമ്മൾ സാധാരണ സമൂഹ വിവാഹം എന്ന് പറയാറുള്ളത്. ഇസ്ലാമിക് സെൻറ്റർ നടത്തുന്നത് അങ്ങനൊരു വിവാഹമല്ല. അങ്ങനൊരു വിവാഹം എന്ന് പറയാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ പറയാറുള്ളത് നമ്മുടെ മക്കളുടെ വിവാഹം നമ്മൾ കഴിച്ചയപ്പിക്കുന്നു എന്നാണ്. കാരണം യതീമുകളായി കാണരുത് എന്നാണ് ഈ സംവിധാനം മുന്നോട്ട് വെക്കുന്ന വലിയൊരു കാഴ്ചപ്പാട്. ഇതിൻ്റെ ആശയതാണ് കുല്ലിൽ യതീമിക്കല്ല ബിർറഹീം, യതീമിനോട് നീ ഒരു കരുണയുള്ള പിതാവിനെ പോലെയാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനുമായി നടക്കുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം റമദാൻ കഴിഞ്ഞ് മദ്രസ തുറന്നല്ലോ. മദ്രസ തുറക്കുന്ന സമയത്ത് മദ്രസ തുറന്ന് കുട്ടികൾ മദ്രസയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ പഠനോപകരണങ്ങൾ, മദ്രസയുമായി ബന്ധപ്പെട്ട മുഴുവൻ പുസ്തകങ്ങളും നോട്ട്ബുക്കും പേന പെൻസിലും വരെ അവരുടെ കയ്യിൽ നേരത്തെ എത്തിച്ചു. അപ്പോൾ ഇന്നലെ ഇവിടെ മജ്‌ലിസ് നൂർ ഉണ്ടായപ്പോൾ പരിസരത്തുള്ള 150 മഹല്ലിലെ ഖത്തീബുമാരും അതിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ പോകുന്ന സദറുമാരൊക്കെ. ഇപ്പോൾ പോകുന്ന സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ക്ലാസ്സിൽ 2 കുട്ടികളുണ്ട് ഇവിടെ ഇസ്ലാമിക് സെൻറ്റർ സംരക്ഷണത്തിലുള്ള. എൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്കൊക്കെ ബുക്ക് എത്തുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ ഒരു ബുക്കുമായിട്ടാണ് മദ്രസയിൽ വന്ന് ഭയങ്കര ഹാപ്പിയാണ് അവരെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവരിങ്ങനെ അവരുടെ ആവശ്യത്തിന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ കാണിച്ച് യാചിക്കുന്ന ഒരു രീതിക്ക് പകരം അവരുടെ ആവശ്യങ്ങളൊക്കെ യഥാസമയം കണ്ടറിഞ്ഞ് അവരാവശ്യപ്പെടുന്നതിന് മുമ്പേ നടത്തി കൊടുക്കുന്നൊരു സിസ്റ്റവും സംവിധാനമാണ്.
പിന്നെ യത്തീം എന്ന ഒരു യത്തീംഖാന ബോർഡോ കാര്യമൊന്നും ഇവിടെ വന്നാൽ കാണാൻ കഴിയില്ല. അവരെ സെപ്പറേറ്റ് മാറ്റി ഇരുത്തുകയില്ല, അവരോട് ദുആ ചെയ്യിപ്പിക്കൂല. നമ്മൾ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ പോലും ഉണ്ടാവും. അതൊക്കെ അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു വല്ലാത്ത ആഘാതമുണ്ട്, സമൂഹം തിരിച്ചറിയാതെ പോകുന്ന ചില ആഘാതങ്ങൾ. പിന്നെ അവരെ ആ രീതിയിൽ അഭിസംബോധന ചെയ്യില്ല. അവരുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രത്യേകമായ രീതിയാണ്. ഇപ്പോൾ ഈ വിവാഹം അങ്ങനെ തന്നെയാണ്. 18 വയസ്സാണോടുകൂടെ ഇന്ത്യൻ നിയമത്തിൽ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാണ് അവരെ വിളിച്ചിട്ട് ചോദിക്കും, മക്കൾക്ക് ഇന്ത്യൻ നിയമം അനുസരിച്ച് വിവാഹപ്രായമായിട്ടുണ്ട്, അപ്പം നിങ്ങളെ കല്യാണം ചെയ്ത് അയക്കട്ടെ എന്ന് വെച്ചാൽ അവർ സമ്മതിച്ചാൽ അവർക്ക് വിവാഹബന്ധം ശരിയാക്കി നമ്മൾക്ക് ചെയ്ത് അയക്കും. സമ്മതിച്ചില്ലെങ്കിൽ അവർ പഠിക്കാമെന്ന് പറയുകയാണെങ്കിൽ അവരെ പഠനം കഴിയുന്നവരെ വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു 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 യത്തീം എന്ന കാഴ്ചപ്പാടിലല്ല നമ്മൾ ഇതിനെ കൊണ്ടുപോകുന്നത്. നമ്മളുടെ സ്വന്തം മക്കളെ പോലെ കണ്ട് അവരോട് പെരുമാറി കൊണ്ടുപോകുന്നു. ഖുർആനും അങ്ങനെ തന്നെ പറഞ്ഞത്. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ കാണാം, അവരോട് മുഖം ചുളിച്ച് സംസാരിക്കുക പോലും ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്വന്തം മക്കളോട് നമ്മൾ മുഖം ചുളിച്ചൊക്കെ ചിലപ്പോൾ സംസാരിക്കും, പക്ഷേ അത് സംസാരിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞില്ല. യതീമുകളോട് അങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞു. കാരണം അവർക്ക് പെട്ടെന്നൊരു ടെൻഷൻ വരും, എൻ്റെ വാപ്പില്ലാത്തത് കൊണ്ടല്ലേ എന്നൊരു ചിന്ത വരും. ആ ചിന്ത പോലെ അവരിൽ ഉണ്ടാക്കരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ ഈ ഒരു കല്യാണം അല്ലെങ്കിൽ ഈ ഒരു വിവാഹം സംഗമം ഇവിടെ നടക്കുന്നത് ഈ കുട്ടികളൊക്കെ എത്തിയമല്ല എന്ന് ഉസ്താദ്, ആ ഒരു അർത്ഥത്തിൽ അവരെ പോറ്റുന്നില്ല എന്ന് ഇവരൊക്കെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സ്വന്തം വീടുകളിൽ നിന്ന് അതിൻ്റെ ഒരു വ്യത്യസ്തത മറ്റ് യതീം ഖാനകൾ പോലെ അല്ല ഇവിടെ എന്നുള്ളതാണ്. അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാവോ? ആക്കൂടി ഇസ്ലാമിക് സെന്ററിന്റെ കാഴ്ചപ്പാട് യതീം സംരക്ഷണ മേഖലയിൽ യത്തീമുകളെക്ക് നമ്മൾ ഏറ്റവും പ്രധാനമായി കൊടുക്കേണ്ടത് അവർക്ക് ഏറ്റവും നഷ്ടപ്പെടുന്നതിൽ ഏറ്റവും വലുത് ഏതാണോ അതവർക്ക് തിരിച്ചു കൊടുക്കുക എന്നാണ്. നഷ്ടപ്പെടുന്നതിൽ ഏറ്റവും വലുത് വാപ്പയുടെ സ്നേഹം. വേറൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും, വാപ്പയുടെ സ്നേഹം വാപ്പക്കേ കൊടുക്കാൻ കഴിയുള്ളൂ, വാപ്പ എല്ലാത്തിലും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ വാപ്പ മരിച്ചുപോയ കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ഉമ്മയുടെ അടുത്ത് നിന്ന് അകറ്റുമ്പോൾ വാപ്പ നഷ്ടപ്പെട്ടു പോയി എന്നതിൻ്റെ പേരിൽ ഉമ്മയും കൂടെ അവർക്ക് നഷ്ടപ്പെടുത്തുന്ന ഒരു സിസ്റ്റമല്ലേ അവരുടെ ഉമ്മയുടെ അടുത്ത് നിന്ന് അവരുടെ പിടിച്ചു വലിച്ചു കൊണ്ടുവരേണ്ടതെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് വാപ്പയുടെ സ്നേഹം കിട്ടാത്ത മക്കൾക്ക് ഉമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, ഉമ്മയുടെ സ്നേഹം ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യേണ്ടത് എന്നതാണ് ഇസ്ലാമിക് സെന്ററിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സംവിധാനം വളരെ വർഷങ്ങളുടെ കഠിന പ്രയത്നത്തിലൂടെ ഒരുപാട് ചർച്ചകൾ ഒക്കെ നടത്തിയിട്ടാണ് ഇതിങ്ങനെ ഇത് ചെയ്തെടുത്തത്. എന്ന് വെച്ചാൽ ഈ കുട്ടികളൊക്കെ അവരുടെ വീട്ടിൽ ഉമ്മയോടൊപ്പം നിന്ന് വളരുകയും പഠിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യും. അതിനുള്ള എല്ലാ സാഹചര്യവും സാമ്പത്തികവും ഒക്കെ സ്ഥാപനം ചെയ്തു കൊടുക്കും. അതായത് നമ്മൾ ചെയ്യപ്പോൾ വാപ്പ മരിച്ച ഒരു കുട്ടി ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മ അപേക്ഷിക്കണം. ഇസ്ലാം സെന്ററിലേക്ക് ഒരു വെള്ള പേപ്പറിൽ അപേക്ഷിച്ചാൽ മതി, ഞങ്ങളുടെ ജീവിത സാഹചര്യം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ അപേക്ഷിച്ചാൽ നമ്മൾ ആ അപേക്ഷയിൽ കമ്മിറ്റി ഏൽപ്പിച്ച ആളുകൾ പോയി അന്വേഷിക്കും. അവരുടെ പരിസരത്തൊക്കെ പോയിട്ട് അവർക്ക് വരുമാന മാർഗമുണ്ടോ എന്നാണ് അന്വേഷിക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി എല്ലാ അനാഥകളെയും നമ്മൾ ഏറ്റെടുക്കില്ല, സാമ്പത്തികമില്ലാത്ത അനാഥകളെയാണ് ഏറ്റെടുക്കുക. അപ്പോൾ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബമാണ് എന്ന് മനസ്സിലാക്കിയാൽ അവർ ജീവിക്കുന്ന മഹലിനോടും കൂടി നമ്മൾ സാക്ഷ്യപത്രം ചോദിക്കും, ഇവരെ സഹായത്തിന് അർഹരാണ്. അവരോട് സാക്ഷ്യപ്പെടുത്തിയാൽ പിന്നെ അവരെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭക്ഷണം, വസ്ത്രം, പഠനം, ചികിത്സ, യാത്രകൾ എല്ലാം ആൺകുട്ടികളാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ജോലിയാകുന്നത് വരെയും പെൺകുട്ടികളാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞവരെ വിവാഹം ചെയ്തയക്കുന്നത് വരെയും സ്ഥാപനം അവരുടെ കൂടെ ഉണ്ടാവും. എല്ലാ ഇംഗ്ലീഷ് മാസവും 25-ാം തീയതി ആകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ അവർ സ്ഥാപനത്തിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കും. 1-ാം തീയതി ആകുമ്പോഴേക്ക് ആ ഭക്ഷണമൊക്കെ നമ്മൾ കിറ്റായി റെഡിയാക്കി 1-ൻ്റെയും 5-ൻ്റെയും അടക്കം അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു. മത്സ്യവും മാംസവും വാങ്ങാനുള്ളൊരു പൈസ പോലെ കയ്യിൽ കൊടുക്കും, ഉമ്മാൻ്റെ കയ്യിൽ. പിന്നെ നമ്മൾ ഇവരുടെ മദ്രസ ഫീസ്, സ്കൂൾ ഫീസ് ഒക്കെ നമ്മളെ ചെയ്യുക. ഹയർ സ്റ്റഡിയുടെ ഫീസ് നമ്മളെ ചെയ്യുക. 1,75,000 റുപ്യ പെർ ഇയർ ഫീസ് കൊടുത്ത് പഠിക്കുന്ന കുട്ടികൾ, ടെക്നിക്കൽ കോഴ്സ്, സയൻസ് കോഴ്സുകൾക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്ഥാപനത്തിലുണ്ട്. മാത്രമല്ല ഇവരൊക്കെ നമ്മളെ സ്ഥാപനമായിട്ട് എങ്ങനെയാണ് പിന്നീട് ബന്ധപ്പെടുന്നത്? നമ്മളിവർ സ്ഥാപനം വീട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് സ്ഥാപനമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അതായത് ഇവർക്ക് ഇവരുടെ മതചിട്ടകളൊക്കെ റെഡിയാക്കാനും മതബോധത്തിൽ ഇവരെ വളർത്താനും ഇവർ വീട്ടിലാണുള്ളത്. പല ആളുകളും പറഞ്ഞ ഒരു പ്രശ്നം എന്താ വെച്ചാൽ വീട്ടിലാവുമ്പോൾ ഇവരുടെ മതകാര്യങ്ങളൊക്കെ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുക. സത്യത്തിൽ നമ്മളെ കുട്ടികളെ കുറിച്ച് ചിന്തിക്കാറില്ല, ചിന്തിക്കേണ്ടത് ആ പ്രശ്നം തീരും. പക്ഷെ നമ്മൾ ഇതിന് വേണ്ടി ഒരു കാര്യക്ഷമമായ ഒരു പ്രോജക്റ്റ് റെഡിയാക്കി. അയാദി SV മുഹമ്മദ് അലി സാറാണ് എൻ്റെ ഹെഡ്. അയാദി എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ പേരിട്ടത് ചേർത്തു പിടിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അയാദി എന്നാൽ കൈകൾ എന്നാണ് അറബിയിലെ പദത്തിൻ്റെ അർത്ഥം. അപ്പം നമ്മളെ മക്കളെ പോലെ ഇവരെയും ചേർത്തു പിടിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതിൽ നമ്മൾ
വിശ്വാസം, കർമ്മം, അതേപോലെ സ്വഭാവം, ഈ 3 മേഖലയെ ആസ്പദമാക്കി നമ്മൾ തന്നെ ഒരു സിലബസ് ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ 3 ക്ലാസ് 40 മിനിറ്റ് വീതമുള്ള 3 ക്ലാസ് പ്രഗത്ഭരായ ആളുകൾ കൊടുക്കും. അവരാ ക്ലാസ് കൊടുത്തിട്ട് അതിൻ്റെ ആൻസർ അപ്പം തന്നെ ക്വസ്റ്റ്യനുകൾ കൊടുക്കും. അതിൻ്റെ ആൻസർ അവർക്ക് ചെയ്യണമെങ്കിൽ ഈ ക്ലാസ് മുഴുവൻ അവർ കേൾക്കണം. ഇപ്പോൾ ഉമ്മമാരുടെ മൊബൈലിൽ നിന്നൊക്കെ കേട്ടിട്ട് അവർ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. മാസത്തിൽ 1-2 തവണ ഓഫ്ലൈൻ ക്യാമ്പുകൾ വെക്കും. എന്നിട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളും മറ്റൊക്കെ അവരെ പഠിപ്പിക്കും. ഓഫ്ലൈനായിട്ട് പരീക്ഷയും നടത്തും. ഇവരിത് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് തിരിയാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ മാസത്തിൽ 1-2 തവണ ഓഫ്ലൈനായിട്ട് അവർ നമ്മളെ വിളിക്കും. പിന്നെ 10 കുട്ടികളെ ശ്രദ്ധിക്കാൻ ഒരു മെൻറ്റർ ഉണ്ട്. ആൺകുട്ടികളാണെങ്കിൽ ആണ്, പെൺകുട്ടികളാണെങ്കിൽ പെണ്ണ്. അങ്ങനെ നമ്മളവരെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിലില്ല എന്നുള്ളൂ, പക്ഷെ കൺമുമ്പിൽ അവരെ ശ്രദ്ധിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനം. ഇപ്പം ഈ വരന്മാരും വധുക്കളും പിന്നെ പെൺകുട്ടികൾ മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ വരന്മാർക്ക് ഭാര്യമാരെ കൊടുക്കുന്നുണ്ട്? എങ്ങനെയാണ്? ഇല്ലല്ലേ, നമ്മളിപ്പോൾ ഇതിൽ ആൺകുട്ടികളാണെങ്കിൽ വരന്മാർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 15-ാമത്തെ വർഷം 2010 തുടങ്ങിയത്. അപ്പോൾ അന്ന് നമ്മളെ സംരക്ഷണത്തിലെ കുട്ടികൾ, ആൺകുട്ടികൾ എന്തായിട്ടില്ല, കല്യാണം കഴിക്കാനുള്ള പ്രായത്തിലേക്ക് എത്തിയിട്ടില്ല. അവരിഞ്ഞ് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും നമ്മൾ പിന്നെ. ഈ പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് ഭർത്താക്കന്മാരെ കണ്ടെത്തുന്നത്? അത് നമ്മൾ കുടുംബങ്ങൾ കണ്ടെത്തണം എന്നാണ്. നമ്മൾ സ്ഥാപനമല്ല കണ്ടെത്തുക, അവരുടെ കുടുംബം തന്നെ. നമ്മൾ അവരവരുടെ കുടുംബം കണ്ടെത്തണം എന്നാണ് നമ്മൾ കമ്മിറ്റി തീരുമാനിച്ചത്. പക്ഷേ ആ കുടുംബങ്ങൾ കണ്ടെത്തിയ ഭർത്താക്കന്മാർ പിന്നെ നമ്മുടെ സംസ്കാരത്തോടും രീതിയോടൊക്കെ യോജിച്ചവരാണോ, കുട്ടികളെ ഭാവി ഒക്കെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ പറ്റാവുന്നവരാണോ എന്നൊക്കെ ഒരു അന്വേഷണം നമ്മൾ നടത്തും. അവർക്കുള്ള പിന്നെ പുടവ, അതോടൊപ്പം തന്നെ ആഭരണങ്ങൾ, ഇതൊക്കെ എത്ര? നമ്മൾ പിന്നെ നേരത്തെ 21 പവനിൽ നിന്ന് കൊടുക്കാറുണ്ടായിരുന്നത്. ഇപ്പം ഈ സ്വർണത്തിന് ക്രമാതീതമായി വില കൂടിയപ്പോൾ നമ്മൾ 6 ലക്ഷം റുപ്യ, അവസാനത്തെ കുട്ടിക്ക് 21 പവൻ കൊടുക്കുമ്പോൾ 5.25 ലക്ഷം റുപ്യ ആയത്. അപ്പോൾ നമ്മൾ 6 ലക്ഷം റുപ്യയുടെ സ്വർണം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പം കഴിഞ്ഞ കല്യാണം നടക്കുന്ന സമയത്ത് 13.5 പവൻ ഉണ്ടായിരുന്നു 6 ലക്ഷത്തിന്. പക്ഷേ ഇപ്പോൾ 10 പവൻ തികയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, 10 പവൻ കൊടുക്കാതെ കയ്യിലും കഴുത്തിലും കാതിലൊന്നും ഉണ്ടാവില്ലല്ലോ, അത് 10 പവൻ കൊടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. പുടവ ഉൾപ്പെടെ. പിന്നെ ഈ നിക്കാഹിൻ്റെ ദിവസം, കല്യാണത്തിൻ്റെ ദിവസം അവർക്ക് ധരിക്കാനുള്ള വസ്ത്രം വേറെ കൊടുക്കും. അതിനുള്ള ഫാൻസി സാധനങ്ങളൊക്കെ വേറെ കൊടുക്കും. ആദ്യത്തെ സൽക്കാരത്തിനുള്ള ഒരു പൈസയും കൂടി ഓലെ രക്ഷിതാവിൻ്റെ കയ്യിൽ കൊടുക്കും. അതോടുകൂടെ നമ്മൾ ഒഴിവാകും. ഇപ്പം ആളുകളുടെ ഒക്കെ ഒരു സഹകരണം, ഈ ഒരു ഓരോ ആളുകളെയും ആളുകൾ സ്പോൺസർ ചെയ്യുകയാണോ, അല്ല ക്രൗഡ് ഫണ്ടിങ് ആണോ, എന്താണ്? ക്രൗഡ് ഫണ്ടിങ് ആണ് പ്രധാനമായും നടക്കുന്നത്. വളരെ വിരളമായൊക്കെ ചിലപ്പോൾ സ്പോൺസറിങ് ഒക്കെ നടക്കും. മെയിനായിട്ടും ക്രൗഡ് ഫണ്ടിങ്. ഒരുപാട് യത്തീം കുട്ടികൾ ഇവിടെ ഇതുപോലെ എടുക്കുക. ഇപ്പം എത്രയായിട്ടുണ്ട്? ഈ സംഗമത്തോട് കൂടിയിട്ട് പുതിയ ആളുകൾ എടുക്കുന്നുണ്ടോ? ഈ സംഗമത്തോടു കൂടെ 243 കുട്ടികളെ കൂടെ ഇന്ന് ഏറ്റെടുത്തതായി തങ്ങൾ പ്രഖ്യാപിക്കും. മുഴുവൻ അന്വേഷണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൈൻ ചെയ്യാൻ പോകുന്ന 435 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് മൊത്തത്തിൽ 670ൻ്റെ മുകളിലേക്ക് ഇന്ന് രാത്രിയോടുകൂടെ വരും. ഈ സ്ഥാപനത്തിൽ പഠിച്ച ഇത്തരത്തിലുള്ള കുട്ടികൾ ഏറ്റവും ഹയർ ലെവലിൽ എത്തിയ കുട്ടികൾ ഏതൊക്കെ ലെവലിൽ എത്തിയിട്ടുണ്ട്? അതിപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ സംരക്ഷണ സംവിധാനം തുടങ്ങിയിട്ട് 15 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ അന്ന് നമ്മൾ ഏറ്റെടുക്കുന്ന കുട്ടികൾ ചെറിയ കുട്ടികളാണല്ലോ. അവരിപ്പോൾ ഡിഗ്രി, +2 അങ്ങനെയൊക്കെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൽ CAക്ക് പഠിക്കുന്ന കുട്ടിയുണ്ട്, ടെക്നിക്കൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട്, സയൻസ് കോഴ്സിന് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ പഠന സമയമാണ്, അവരുടെ കോഴ്സ് പൂർത്തിയാവാനതല്ല, PG ഒന്നും കഴിയാനായിട്ടില്ല. അവസാനമായിട്ട് ഉസ്താൻ എന്താ പറയാനുള്ളത്? അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പിന്നെ നമ്മളിത് പഠിച്ചു നോക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയാറുള്ളത്, നമ്മുടെ നാട്ടിലൊന്നും പാവങ്ങളില്ല, എല്ലാവരും വലിയ ഹൈ ലെവൽ അത്യാവശ്യ ജീവിത നിലവാരമൊക്കെ ഉള്ളവരാണെന്നാണ് പറയാം. നമ്മളിത് പഠിച്ചു നോക്കുന്ന സമയത്ത് വളരെ ദയനീയമായ കുടുംബങ്ങൾ നമുക്കിടയിൽ ഞെങ്ങി ജീവിക്കുന്നു എന്നാണ് നമ്മളിതെന്ന് മനസ്സിലാവണം. ഇത്തരം വാപ്പമാരില്ലാത്ത കുടുംബങ്ങൾ. അപ്പോൾ ഓരോ പ്രദേശത്തുള്ള ഓരോ പ്രദേശത്തുകാരും അല്ലെ മഹല്ലുകാർ, അല്ലെങ്കിൽ ആ സംവിധാനങ്ങൾ ഉള്ള ആളുകൾ, സംഘടനകളൊക്കെ ഇങ്ങനെ ഒരു പുതിയ രീതി അവലംബിച്ചാൽ ഈ മക്കൾക്കത് അവരുടെ പ്രയാസങ്ങൾക്ക് വലിയ തുണയാകും എന്ന് മാത്രമല്ല, അത് വലിയ ഒരു പിന്നെ സാമൂഹികമായ മാറ്റത്തിന് ഇടവരും എന്നാണ് എൻ്റെ അഭിപ്രായം, ചെറിയ അഭിപ്രായം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സത്യമായിട്ടും ഇവിടെ നിൽക്കുമ്പോൾ ഈ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാണാനും അറിയാനും പഠിക്കുവാനുമുള്ള ഒരു വേദി കൂടി, ഒരു സംഗമ വേദി കൂടിയാണ് ഇവിടുത്തെ ഈ ഒരു വേദി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ചേർത്ത് പിടിക്കലിൻ്റെ, ജീവിതങ്ങളെ ചേർത്ത് പിടിക്കലിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണം, വലിയ ഒരു അനുഭവം തന്നെ
ഈ ഒരു ഗ്രാമത്തിൽ നടക്കുന്നു എന്നതാണ്. നമുക്ക് ഇവിടം കൊണ്ട് തീരുന്നില്ല, നമുക്ക് മറ്റു കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. ഉസ്താദ് എന്താണ് ഈ സംഭവം എന്നാണ് നമ്മളോട് ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്കിനിയും ഒരുപാട് ആളുകൾ കാണണം, ഈ ദൃശ്യങ്ങളൊക്കെ കാണണം. തുടരുക. ഈ സാധാരണ സമൂഹ വിവാഹങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇത് വളരെ വ്യത്യസ്തമാണ് ഇവിടെ. ഉസ്താദിന് ഇവിടെ വരുമ്പോൾ എന്താന്ന് തോന്നുന്നത്? അൽഹംദുലില്ലാ, നമ്മളെ മുസ്തഫ ഹുദവി ആക്കോട് വളരെ അംഗീകാരമുള്ളൊരു വ്യക്തിത്വമാണ് ഇവിടെ വന്നാൽ മനസ്സിലാകുന്നുണ്ട്. വിദൂര നാടുകളിൽ നിന്ന് വരെ ഈ ഒരു കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് ആളുകൾ വന്നിട്ടുണ്ട്. കാരണം എത്തീം കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു എത്തീങ്കാനെ മറ്റൊന്നുമില്ല, അവരുടെ വീടുകളിൽ തന്നെ നിർത്തി പഠിപ്പിച്ച് വിവാഹപ്രായം എത്തിയാൽ അവർക്കുള്ള എല്ലാം ചെലവ് എടുത്തുകൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം. ഇതൊരു പക്ഷേ വേറെ ഇവിടെ ഇത്രമാത്രം ഞാൻ കണ്ടിട്ടില്ല, ദൃശ്യപ്പെട്ടില്ല. വളരെ സന്തോഷം തോന്നുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഖുർആനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പഠനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ദേവ കോളേജാണ്. ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികൾ, ഏറ്റവും നല്ല ബുദ്ധിയുള്ള ഹാഫിളീങ്ങളായ വിദ്യാർത്ഥികളെയാണ് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം കൊടുത്തിട്ട് ദേവാ പ്രവർത്തനത്തിന് വേണ്ടി ഒരുക്കുന്നത്. വളരെ നല്ല ഒരു സ്ഥാപനമായിട്ടാണ് ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. അൽഹംദുലില്ലാ, എല്ലാവിധ ആശംസകളും നേരുന്നു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എൻ്റെ കൂടെ ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനും സ്ഥാപനത്തിൻ്റെ എല്ലാമായിട്ടുള്ള സൈൻലാബിൻ സഫാരി അവர்களுണ്ട്. ആക്ച്വലി കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. വലിയ വലിയ പ്രഗത്ഭമായ ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി, നമ്മുടെ വാഫി കോളേജുകൾ, അതുകൂടാതെ നന്ദി ദാറുസ്സലാം, കടമേരി, അങ്ങനെ പറയേണ്ട ഏറ്റവും വലിയ പട്ടിക്കാട്, ഇങ്ങനെ നിരവധി വലിയ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ സ്ഥാപിതമാകുമ്പം തന്നെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, എം ബഷീർ ഉസ്താദ്, ബാപ്പുട്ടി ഹാജി, അതുപോലെ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പേര് പറഞ്ഞു. ഇപ്പോൾ പട്ടിക്കാട് സ്ഥാപിച്ച പണ്ഡിതന്മാരെ നമുക്കറിയാലോ. അപ്പോൾ ഇത് തികച്ചും കോഴിക്കോട് മലപ്പുറം ജില്ലയുടെ സംഗമ പ്രദേശത്ത് സാധാരണക്കാർക്ക് വേണ്ടി സാധാരണക്കാരാൽ സ്ഥാപിതമായൊരു സ്ഥാപനം. അതിൽ തികച്ചും സാധാരണക്കാരനായി ദാറുൽ ഹുദയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു അനുഗ്രഹ പ്രഭാഷണവുമായി പോകുന്ന മുസ്തഫ ഹുദവി ആക്കോടിൻ്റെ സ്വപ്നത്തിലാണ് ഇത് വരുന്നത്. അപ്പം അതായത് ഇതിൻ്റെ കുറേ വിശേഷങ്ങളുണ്ട്. ഒന്നെന്ന് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മൾ ഒരു 70-60 കൊല്ലം മുമ്പേയുള്ള അല്ലെങ്കിൽ 70 കൊല്ലം മുമ്പേയുള്ള ധാരാളം യത്തീംഖാനകളുണ്ട്. പ്രഗത്ഭമായ മുട്ടിൽ യത്തീംഖാനയുണ്ട്. അങ്ങനെ നിരവധി മുക്കം യത്തീംഖാന, ഓർഫനേജുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ വിശേഷം അങ്ങനെ യത്തീം കുട്ടികൾ എന്ന് നാമകരണം ചെയ്യാതെ അവരുടെ അവൈലബിൾ രക്ഷിതാക്കൾ, നിലവിൽ ഉമ്മയാണോ ഉപ്പയാണോ അല്ലെ അവരെ കസിൻസാണോ ഉള്ള ആളുകളെ കൂടെ താമസിപ്പിച്ച്, അവരെ വീട്ടിൽ താമസിപ്പിച്ച്, അവർക്കിഷ്ടമുള്ള സ്കൂളുകൾ അയച്ച്, അവർക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അവിടെ കൊടുത്ത്, വലുതാവും അവരെ കല്യാണം കഴിച്ചയക്കുന്ന ഒരു എത്തിക്സുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമാവലിയോട് കൂടെ ഒരിക്കൽ പോലും ഇവിടെ വരുന്ന ഏത് പ്രഗത്ഭനിക്കും പണ്ഡിതൻ്റെയും മുമ്പിൽ യതീം എന്ന പേരിലൊരു കുട്ടീനെ കാണിച്ചു കൊടുക്കാതെ ഒരു സ്ഥാപനം എൻ്റെ അറിവിൽ ഇതൊന്നു മാത്രമാണ്. ഇപ്പോൾ 200 ചില്ലാനം ഈ യത്തീം മക്കൾ എന്ന് പറഞ്ഞാൽ അത് ആ കോഡിന് മുസ്തഫയ്ക്ക് ഇഷ്ടാവില്ല. അങ്ങനെയുള്ള 200-ൽ പരം കുട്ടികളെ ഇപ്പോഴും വീടുകളിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നത്. അതിലാണ് ഇന്ന് ഇത്ര കുട്ടികളുടെ കല്യാണം നടക്കുന്നത്. ഇപ്പോൾ അടുത്ത് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ കഴിഞ്ഞ അധ്യയന വർഷം കഴിഞ്ഞപ്പോൾ കുറച്ച് 6ഓളം കുട്ടികൾ പറയുന്നു ഞങ്ങൾക്ക് ജെയ്ത്തൂൻ, കോട്ടക്കലിലെ ജെയ്ത്തൂനിൽ പഠിക്കണോ.
അപ്പോൾ നീ യത്തീമാണ്, നിനക്ക് അവിടെ പഠിക്കാൻ പറ്റില്ല, കോസ്റ്റ് കൂടുതലാണെന്ന് പറയാതെ 1,50,000 രൂപയോ മറ്റോ വേണം അതിൻ്റെ ഫീസ്. അത് കൊടുത്ത് അവിടെ പഠിപ്പിക്കുകയാണ്. എന്നോട് വളരെ മുമ്പ് ഒരു സൂപ്പി കുറ്റ്യാടി എന്നൊരു യൂത്ത് ലീഗിൻ്റെ പ്രാസംഗം ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ 11 വയസ്സിന് ശേഷമാണ് യത്തീം ഖാനിലേക്ക് പോയി. അതിന് ശേഷം ഞാൻ യത്തീമാന്ന് ബോധ്യമായിരുന്നു. എല്ലാവരും ആ വേഷം ധരിപ്പിച്ച് ആ പേര് വിളിച്ച്. അപ്പോൾ അതിൽ നല്ല വ്യത്യസ്തമായ രീതി. പിന്നെ അതോടനുബന്ധിച്ചിപ്പോൾ ദാഴിയ, അതാ വനിതാ കോളേജുണ്ട് ഇവിടെ. അത് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടികളിപ്പോൾ ക്ലാസ് എടുത്ത് തുടങ്ങി പല ഭാഗത്തും. അതിപ്പോൾ PG കൊണ്ടുപോകണം, ഇപ്പോൾ ഡിഗ്രി വരെയാണ് അത് ഉദ്ദേശിക്കുകയാണ്. അതും വലിയ, കാരണം ഒരു കറക്റ്റായ ഒരുപാട് ഇങ്ങനെ അടുക്കും ചുട്ടിയും വാളും പടിയൊന്നും ഇല്ലാത്ത കുട്ടികൾക്ക് ഒരു ഫ്ലെക്സിബിളായി പഠിക്കാൻ പറ്റുന്ന ഒരു സിലബസാണ്. പിന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഷീഫൈൻ എന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി സർവസ്വവും പഠിപ്പിക്കുന്ന ആരോഗ്യമായിരുന്നാലും മാനസികാരോഗ്യമായിരുന്നാലും മതവിദ്യാഭ്യാസമായിരുന്നാലും ജനറൽ നോളജ് ആയിരുന്നാലും അങ്ങനെ ഒരു പെണ്ണ് പൂർണ്ണമായും ഫൈനാവുന്ന രീതിയിൽ ഒരു കോഴ്സ് കൂടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അതും ഇതിനൊക്കെ ചാലകശക്തി എന്ന് പറയുന്നത്, അതായത് ഡൈനാമിക് പേഴ്സണാലിറ്റി എന്ന് പറയാവുന്ന മുസ്തഫ ഹുദവി, അയാളുടെ അങ്ങേയറ്റത്തെ വിനയവും സ്നേഹവും, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യലബിലിറ്റി കുട്ടിയുണ്ട്, അത് പറയുന്നത് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. ആ വീട്ടിൽ പോലും അയാൾ ഒരു മാസത്തിൽ എത്ര സ്വന്തം വീട്ടിലെത്തുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഈ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ അർപ്പിതമായി, കാരണം ഇതിനപ്പോൾ ഈ സാമ്പത്തികം പോലും മൈക്രോ ഫൈനാൻസാണ്. ഇപ്പോൾ അത്തരം സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്കിപ്പോൾ ദാൽഹുദ യൂണിവേഴ്സിറ്റിക്ക് 3 കോടിയിൽ പേരാണ് ഒരു മാസത്തെ ചെലവ്. പക്ഷെ അതിന് നേരത്തെ ഉണ്ടാക്കിയ കുറേ സെറ്റപ്പും കുറേ കാര്യങ്ങളും വലിയ ആളുകളുടെ കൈകളാൽ ആലംബിച്ച് അവരുടെയൊക്കെ പിൻബലവും അവർ പിന്തുടർമ്മക്കാരും പിന്നെ ഉസ്താദിനെ പോലത്തെ പിന്നെ ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റി ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇത് ഇദ്ദേഹമാണ് അതിൻ്റെ എല്ലാം. അപ്പോൾ അങ്ങനെ നമുക്കറിയാം, ഇപ്പോൾ ഈ റംസാൻ ഓടി നടന്ന് ഇഫ്താർ നടത്തി, ഖത്തറിൽ നടത്തി, UAE നടത്തി, ബാംഗ്ലൂരിൽ നടത്തി. അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഈ നമ്മളോട് സഹകരിക്കുന്ന ആളെ കൂട്ടുപിടിച്ചു. അങ്ങനെ നടത്തുന്ന ഒരു സ്ഥാപനത്തെ അല്ലേ നമ്മൾ ചേർന്ന് നിൽക്കേണ്ടത്? ഈ ഉസ്താദുമായിട്ടുള്ള ബന്ധം എന്ന് തുടങ്ങിയത്? അതുമായിട്ട് അദ്ദേഹം കോളേജിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇങ്ങനെ അയാൾ പ്രസംഗിച്ച് നടക്കുമ്പോൾ അയാളുടെ ശൈലിയെല്ലാം കണ്ട് അങ്ങനെ ഒരു അട്രാക്ഷൻ വന്നിട്ടുണ്ടായ ബന്ധം. പ്രത്യേക ഖുർആനൊക്കെ നല്ല ഒരു അങ്ങനെ ഹൂഫോടുകൂടെ ഇഖ്ലാസോടുകൂടെ പ്രസംഗം, പിന്നെ അങ്ങനെ ഉണ്ടല്ലോ ഒരു കൊമേഴ്സ്യൽ സ്റ്റൈലായി ഫീലിംഗ് ആകാതെ ഉള്ള ഒരു പ്രസംഗം കൊണ്ടുണ്ടായ ബന്ധമാണ്. ഇപ്പോൾ ഏത് ബന്ധം, ഇപ്പോൾ അദ്ദേഹം, ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെറിയ കോൾഡെല്ലാം അടിച്ചിട്ട് വയ്യാണ്ടായിരുന്നു, അപ്പോൾ വരാൻ കഴിയില്ല എന്ന് ഉദ്ദേശിച്ചു. ഞാനും ഇത്രയും മണിക്കൂർ ഓടണം. പിന്നെ അതേസമയത്ത് ഇന്ന് നമ്മളെ പിന്നെ ഷെക്ക് വഖഫ് ബോർഡിൻ്റെ സമയമുള്ള റാലിയുണ്ട്, ഒരുപാട് ബിസി ആയിരിക്കും, എനിക്ക് ചുമയുണ്ട്. അപ്പോൾ ഞാൻ ഒഴിവാക്കാൻ ശ്രമിച്ചു, വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ അതിലെല്ലാം സപ്പോർട്ടും ചെയ്തല്ലേ, എൻ്റെ പ്രസൻസ് കൊണ്ട് അങ്ങനെ ആവശ്യം. പക്ഷെ ഉസ്താദ് പറഞ്ഞു, നാളത്തേക്ക് നിങ്ങൾ അസുഖം മാറിയിരിക്കും, നിങ്ങൾ വരണം. അത് ഞാനോട് ദ്വാ ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് ദ്വാസിപ്പിക്കും. അപ്പോൾ ഇന്ന് എനിക്കത് കുറയുകയും ചെയ്തു. ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഫയദ് ഖത്തറിൽ നല്ലൊരു ഗവൺമെൻറ് സെക്ടറിൽ വലിയ ജോലി ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് ഇതിനു വേണ്ടി അവിടെ സംഘടിപ്പിക്കാൻ. ഇപ്പോൾ അഷ്റഫ് കഴിഞ്ഞ ഇവിടെ ഞാൻ പണ്ഡിതന്മാരുടെ നിരകൾ സ്റ്റേജിൽ ഇങ്ങനെ, പണ്ഡിതന്മാരല്ല, കേരളത്തിലെ പ്രഗത്ഭ പ്രാസംഗികർ, ഓണംപള്ളി, പൂക്കോട്ടൂർ, മുനീർ ഹുദവി ഉള്ള ഇരുത്തിയിട്ട് എന്നെ മുഖ്യ പ്രഭാഷണത്തിന് അടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ സമ്മേളനത്തിൽ. അപ്പോൾ അത് ഇവർ കാണുന്നതിനാൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഇതിനോടുള്ള കൂറും ഭാഷയും വരണമെന്നാണ്. അപ്പോൾ ഞാൻ തന്നെ പേടിച്ച് എങ്ങനെ മുഖ്യ പ്രഭാഷണം നടത്തുമെന്നുള്ളതിൽ. അപ്പോൾ അതാണ് ഇതിനോട് ബന്ധിപ്പിക്കുന്നത് എന്നാൽ ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ കോളേജ് വളരേണ്ടതുണ്ട്, വളർത്തേണ്ടതുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണം ആഗ്രഹിക്കുന്ന കാലഘട്ടമാണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ പല കോളേജുകൾക്കും അതിൻ്റെ ബൈലോയിലും മറ്റ് ഭരണഘടനയിലൊക്കെ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലെക്സിബിൾ സ്റ്റൈലിൽ സ്ത്രീത്വത്തെയും, അതായത് ഈ വരുന്ന സമൂഹത്തിൽ ഇങ്ങനെ ടെക്നോളജി വികസിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർദ്ധിച്ച് പോകുന്നു, IT വർദ്ധിച്ച് പോകുന്നു, ലോകം വളരെ ഉയർന്നു പോകുമ്പോൾ ഈ സമൂഹം ഒട്ടും പിന്തള്ളപ്പെട്ട് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ സ്ത്രീത്വത്തെയും നമ്മൾ ശാക്തീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാനിപ്പോൾ ദാൽഹുദയോടും വാഫിയോടും എല്ലാ കോളേജിലും ബന്ധം എനിക്കുണ്ട്. അതേസമയത്ത് ഇതിനോട് ഓരോരുത്തരെത്തും നമ്മൾ അതിനനുസരിച്ച് നിൽക്കും. പക്ഷേ നമുക്ക് ശരിക്കും ഇവരുടെ കൂടെ നിന്ന് വളർത്തുകയാണെങ്കിൽ നമുക്ക് കൂടി ചേർന്ന് വളർത്താൻ പറ്റുന്ന കുറേ ചാൻസുകളുണ്ട്. വളർത്തണം, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് ഇനിയും എനിക്ക് ആയുസ്സുള്ളിടത്തോളം, എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഇതുമായിട്ട് ചേർന്ന് പോകണം. ഇതിനൊരുപാട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. ഇവിടെ ഇപ്പം പിന്നെയും കുറേ സ്ഥലങ്ങൾ എടുത്തിട്ട് പുതിയ പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. മൈക്രോ ഫൈനാൻസ് രീതിയിൽ കുറേ ഫണ്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ എല്ലാത്തിനും ഇതിപ്പോൾ
ഒരു മാസത്തെ ചിലവ് ഏതാണ്ട് 35 ലക്ഷം രൂപയാണ് ഇവിടെ വരുന്ന ചിലവ്. അതിലൊന്നും ഒരു എക്സ്ക്യൂസ് ഇല്ല. അപ്പം അതിനൊരു സ്ഥിര വരുമാനമോ അങ്ങനെയൊന്നും, ഇതെല്ലാം ജനങ്ങളാൽ സംഘടിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യമാണ്, ഗഡ്സാണ്. അപ്പോൾ അതൊക്കെ അതായത് ഇനിയും ഈ ഏരിയയിൽ സ്ഥലം വാങ്ങിച്ച് ഇനിയും നിരവധി സ്ഥാപനങ്ങൾ വളർത്തി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മളാൽ കഴിയുന്ന സൗകര്യങ്ങൾ ചെയ്യുക, സഹായങ്ങൾ ചെയ്യുക, ഡെവലപ്പിന് കൂടെ നിൽക്കുക. അത് ഈ സമൂഹത്തോട് ഈ മാറുന്ന ഒരു നൂറ്റാണ്ടിലെ മാറാത്ത ശബ്ദമായി ഇനി പോകാൻ പാടില്ല. ഒരു ചെയർമാൻ എന്നതിനപ്പുറം ഈ 7 കുട്ടികളുടെ ഒരു പിതാവ് അല്ലെ രക്ഷിതാവിന്റെ സ്ഥാനത്താണ് ഇപ്പോൾ ആബിദ്ക ഉള്ളത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം എന്താണ്? അത് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഇന്നിപ്പോൾ ഈ സുഖമില്ല എന്തിനായിട്ടും വരുന്നതിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അതാണ്. ആ കുഞ്ഞുങ്ങൾ എൻ്റെ മക്കൾ കെട്ടിച്ചയച്ച പോലെ ആ കുഞ്ഞുങ്ങളുടെ ആ നിക്കാഹിൽ പങ്കെടുക്കാൻ കഴിയുക, അവരെ അതിനെ സന്തുഷ്ടരാക്കുക, അത് തന്നെ അതെൻ്റെ ഏറ്റവും ഒരു സ്വന്തം മക്കളെ കല്യാണം പോലെയാണ് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഞാൻ മാത്രം ഇപ്പോൾ സിദ്ദീഖ് വരുന്നുണ്ട്, നെസ്റ്റോ. അപ്പോൾ പല പ്രഗത്ഭരും വരുന്നുണ്ട്. ബഷീർ, ടീ ടൈം, അഷ്റഫ്, ഇവരൊക്കെ 2-3 സൈറ്റ് അതിനായിട്ട് വന്നിട്ടുണ്ട്. മുസ്തഫ ഉണ്ട്. അതൊക്കെ കുറേ ആളുകളുണ്ട് അതായത് ഇതിനെ നെഞ്ചേറ്റ് പ്രവർത്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും. നല്ല സൽക്കാരമൊക്കെ അവർക്ക് കൊടുക്കും. അവർക്ക് സൽക്കാരം മാത്രമല്ല, അവർക്ക് ഒരുപാട് ഒരു സന്തോഷകരമായ അന്തരീക്ഷത്തിൻ്റെ എല്ലാ പ്ലാനുകളും ഉണ്ട്. ഇവിടുന്ന് ഇത് വിവാഹം കഴിച്ച് പോയ കുട്ടികളുടെയൊക്കെ പിന്നീട് അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമൊക്കെ ഒരു ആവശ്യമുണ്ടെങ്കിൽ നടത്താറുണ്ട്. നടത്തുന്നതിൽ അങ്ങനെ ഇഷ്യൂ ഉണ്ടായത് വളരെ റേറേ ഉള്ളൂ. ആ കുട്ടികളൊക്കെ ഒന്ന് വിദ്യാഭ്യാസം പൂർത്തിയായത് കൊണ്ട് അവർക്ക് പലർക്കും ജോലിയുണ്ട്, ചെറുതാണെങ്കിലും. പിന്നെ ഇവിടെ തന്നെ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. അവരുടെ സന്തുഷ്ട ജീവിതമാണ്. കാരണം അതൊക്കെ അവരെ രക്ഷിതാക്കൾ കണ്ടെത്തുന്ന പയ്യന്മാർക്കാണ് ഇത് കെട്ടിക്കുന്നത്. അതിൻ്റെ ഒരു വിശേഷം, ഇന്ന് അവൈലബിൾ രക്ഷിതാക്കളുണ്ട്. അവർ ആലോചിച്ച് കണ്ട് അറേഞ്ച് ചെയ്യുന്ന ബന്ധങ്ങളായോണ്ട് അല്ല സഹായിക്കും. അവരോട് പറഞ്ഞിട്ട് അവരിങ്ങനെ അത് കണ്ടെത്തി റെഡി എന്ന് പറഞ്ഞാലേ അവർ എഗ്രി ആയാലേ നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ കൂടി ഇതിലൊരു അന്വേഷണം നടത്തും. എല്ലാ രീതിയിലും ഇടപെടും. ഇവരെ മാസത്തിൽ ഒരു ദിവസം കുട്ടികൾ ഇവിടെ വരും, വീടുകളിലാണെങ്കിലും മിക്കവാറും. പിന്നെ അവരെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കും, അവർക്ക് വീടുകളിൽ നിന്ന് പ്രയാസങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കും, അവൈലബിൾ രക്ഷിതാക്കളിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. എല്ലാ കാര്യങ്ങളും ഫുൾ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. ഏതായിരുന്നാലും ആ ഒരു വലിയ സന്തോഷമുണ്ട്. അഷ്റഫ് ഖാൻ, എന്താണ് ഇപ്പം ഇതിൻ്റെ ഒരു സംഘാടകൻ എന്ന നിലയിൽ അങ്ങയുടെ ഒരു മനസ്സിലുള്ള സന്തോഷം? ഇത് നടത്തുന്നതിൽ കുട്ടികളെ കല്യാണം കഴിക്കുന്നതിൽ നമ്മളെ സ്വന്തം മകളെയോ പെങ്ങളെയോ കല്യാണം കഴിക്കുന്ന ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ കൂട്ടായ ഒരു ടീമാണ് ഇത് നടത്തുന്നത്. എല്ലാ വർഷവും ഇത് നടക്കും? ഇല്ലില്ല, 2 വർഷം മുന്നേ നടത്തി. ഇനി 2 വർഷം കഴിഞ്ഞാലും നടത്തും. ഇത് എത്രാമത്തെ വർഷത്തെയാണ്? ഇത് 23ാമത്തെ. 23. സമൂഹ വിവാഹവും 23 തന്നെയാണ്? അല്ലല്ല, 3ാമത്തെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 2 പെരുന്നാൾ കഴിയുന്നത് പോലെ ഈ ഗ്രാമത്തിന്റെ ഒരു ആഘോഷമായിട്ട് ഈ ഒരു ചടങ്ങുണ്ട്. അപ്പൊ ഈ ഗ്രാമമൊക്കെ എല്ലാവരും ഇതിൽ ഇറങ്ങി ഇന്നത്തെ ദിവസം മാറ്റി വെക്കുന്നുണ്ട്. താങ്കൾ ഈ പ്രദേശത്തുള്ള ആളാണ്? വടകര. അപ്പൊ വടകര വന്ന് ഇവിടെ സജീവം എത്ര ദിവസം മുമ്പ് സജീവം? ഞാൻ 3 ദിവസം മുന്നേ എല്ലാ ഡ്രസ്സെല്ലാം എടുത്ത് ഇവിടെ വന്ന് താമസാക്കി ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഖത്തർ ചാപ്റ്റർ ഇസ്ലാമിക് സെന്ററിന്റെ ജനറൽ സെക്രട്ടറി ഫഹദിക്ക കൂടി നമ്മുടെ കൂടെയുണ്ട്. ഫഹദിക്ക, മുഖത്തൊക്കെ നല്ലൊരു സന്തോഷം ഇങ്ങനെ തോന്നുന്നുണ്ട്. ഞങ്ങൾ വെട്ടി തിളങ്ങുന്നുണ്ട് ആ ഒരു സന്തോഷം കാണുമ്പോൾ. തീർച്ചയായും മനസ്സ് നിറയാൻ. തീർച്ചയായും വലിയ സന്തോഷത്തിലാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിലൊരു കല്യാണം നടക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കൊക്കെ ഉള്ളത്. എന്തൊക്കെ ഒരുക്കം നമ്മൾ ഇപ്പൊ ഇതിനു വേണ്ടി ഖത്തറിന്ന് വന്നാണോ അല്ലെ ഇവിടെ ഉണ്ടായിരുന്നു? അത് ഇതിനു വേണ്ടി വന്നതാണ്. പിന്നെ ഇത് കഴിച്ചു കൂട്ടി അങ്ങ് പോകും? അതെ, 19-ാം തീയതി തിരിച്ചു പോകും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതിന്റെ ഒരു സന്തോഷം ഫാമിലി ഒക്കെ ഉണ്ടോ ഇവിടെ? എല്ലാവരും കൂട്ടിയിട്ടാണോ അല്ലെ ഒറ്റയ്ക്കാണോ? ഫാമിലിയൊക്കെ രാവിലെ വന്ന് പോയി. ഉമ്മയെല്ലാവരും വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ കല്യാണം ആകുമ്പോൾ അതെ ഫാമിലി ഒക്കെ പങ്കെടുക്കണം എന്നാണല്ലോ. അതെ, രാത്രി വൈകുന്നുണ്ട്. പിന്നെ എനിക്ക് കൂടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവരെ തിരിച്ചു പോയി. ഈ ഖത്തറിൽ നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്? ഖത്തറിൽ ഇതിന്റെ വർഷത്തിൽ കൂട്ടായ്മകളുണ്ടാവും, ഇഫ്താർ ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രചാരണ ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഖത്തറിലും നടക്കുന്നുണ്ട്, സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരുപാട് സ്ഥാപനങ്ങൾ, ഗൾഫാകുമ്പം പ്രവാസികൾക്കിടയിൽ പിരിവുകൾ വരും, ഒരുപാട് ഇത് നിങ്ങൾ തന്നെ വേറെ സ്ഥാപനത്തിൻ്റെയും കമ്മിറ്റിയിലൊക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ ഇത് വ്യത്യസ്തമാകുന്നുണ്ട് എന്നൊരു ഫീൽ ഉണ്ടോ? തീർച്ചയായും വ്യത്യസ്തമാക്കുന്ന ഈ യതീം സംരക്ഷണത്തിൻ്റെ ഒരു പ്രത്യേക രീതി തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നേരത്തെയൊക്കെ യതീംഖാന ബോർഡുകൾ വെച്ചിട്ട് ഒരു മതിലിൻ്റെ ഉള്ളിലായിരുന്നു കുട്ടികളൊക്കെ സംരക്ഷിച്ചത്. അവർക്ക് ആ സമയത്ത് പിതാവിനൊപ്പം മാതാവിനെ കൂടി നഷ്ടപ്പെടുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരവരുടെ വീടുകളിൽ തന്നെയാണ് ഈ കുട്ടികളൊക്കെ വളരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു യതീം സംരക്ഷണത്തിൻ്റെ പ്രത്യേകത. അത് തന്നെയാണ് നമ്മളൊക്കെ ഇതിൽ ആകർഷിച്ചത്. ശരിക്കും നമ്മളിവിടെ വന്ന് ഒരുപാട് ആളുകളെ കണ്ട സമയത്ത് എല്ലാവരും പറയുന്നൊരു കാര്യം അത് തന്നെയാണ്. കാരണം യതീം കുട്ടികളെന്ന് പറയാൻ പോലും അവർക്ക് പറ്റുന്നില്ല.
പക്ഷെ ആ ഒരു രീതിയിൽ ആ കുട്ടികൾ പ്രൊട്ടക്റ്റ് ചെയ്ത് ആ കുട്ടികളെ ലോകത്ത് തന്നെ ഇതുപോലെ ഒരു മാതൃക വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെവിടെയും കണ്ടിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോലെയുള്ള ആളുകൾ നിസ്വാർത്ഥമായിട്ട് ഉസ്താദിന് പിന്തുണ കൊടുത്ത് ഈ ഒരു പദ്ധതിയുടെ വിജയത്തിന് വേണ്ടി ആ കുട്ടികളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു പ്രത്യാശയ്ക്ക് വേണ്ടി ഒരു വെളിച്ചത്തിന് വേണ്ടി ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇവരൊക്കെ വളരെയധികം സന്തോഷവാന്മാരാണ്. ആ സന്തോഷം ഇവർക്കൊരു പ്രതിഫലമായിട്ട് കൂടി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇനിയും സമയമുണ്ട് നമ്മുടെ മുൻപിൽ. നിക്കാഹിൻ്റെ വേദി ആ സമയം ഒരുങ്ങുന്നതേ ഉള്ളൂ. നമ്മുടെ പുതുമണവാളന്മാരൊക്കെ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണണം. അപ്പം നമ്മൾ പൂർണ്ണമായിട്ടും സുപ്രഭാതം നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാം കണ്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുക. എനിക്ക് പിറകിൽ കാണാം. ഇപ്പോൾ ഇത് വാഴയൂർ റോഡാണ്. വാഴയൂർ റോഡിൻ്റെ ഒരു ഭാഗത്താണ് നമ്മുടെ ഈ ഒരു ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ആളുകളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ധാരാളം ആളുകൾ ഈ വേദിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു തരത്തിലാണ് നമ്മുടെ ചർച്ചകളെല്ലാം. മാഷാ അല്ലാഹ്, നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള ടീം നമ്മൾ എല്ലാവരും ഉണ്ടല്ലേ. നമ്മൾ ബാംഗ്ലൂർ സമ്മേളനത്തിൽ കണ്ട പരിചിതമായ മുഖങ്ങളാണ്. ഫാറൂഖ് ഉണ്ട്, അഷ്റഫ് ഉണ്ട്, അങ്ങനെ അവിടുത്തെ ടീം എല്ലാവരും ഉണ്ട്. എന്താ ഇവിടെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഒരു ബാംഗ്ലൂരിലെ സമൂഹ വിഭാഗങ്ങളൊക്കെ നടക്കാറുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് നിങ്ങൾ ഇവിടെ എത്തുന്ന ഒരു ബന്ധം എന്താണ് ഇവിടെ? അതാണ് കമ്മിറ്റ്മെന്റ്, ഉസ്താദുമായിട്ടുള്ള കമ്മിറ്റ്മെന്റും കമ്മിറ്റ്മെന്റും ഉസ്താദുമായിട്ടുള്ള ഒരു ബന്ധം തന്നെ. ആക്കോട് ഇസ്ലാമിക് സെന്ററായിട്ട് ബന്ധം. ആദ്യമായി ചാപ്റ്റർ രൂപീകരിച്ചത് ബാംഗ്ലൂർ കമ്മിറ്റിയാണ്, ഈ ആക്കോട് ഇസ്ലാം സെന്ററിന്റെ. അതിന് ശേഷമാണ് മറ്റ് ചാപ്റ്ററുകൾ വന്നത്. എത്ര പേര് വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന്? ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു 500 പേര് ഇവിടെ എത്തിയിട്ടുണ്ടാവും. 500 പേര് എത്തിയിട്ടുണ്ടാവും. വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും നാട്ടിലുണ്ട്, അതുകൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഫാമിലി ഒക്കെ 500 പേര് ഇവിടുന്ന് ഫാമിലി ഒക്കെ ഉണ്ട് ഇവിടെ. അഷ്റഫ് ഖാ അന്ന് ബാംഗ്ലൂരിൽ നിന്ന് കണ്ടതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമ്മേളനം കാണുമ്പോൾ എന്താണ്? ആക്കോട് ഇസ്ലാമിക് സെന്റർ എന്ന് പറയുന്നത് ഒരു വികാരമാണിത്. എപ്പോഴും ഇങ്ങനെ ജനമാലിന്യങ്ങളോട് കൂടിയിട്ട് എല്ലാ വർഷവും വ്യത്യസ്തമായ ഓരോ നിക്കാഹുകൾ, കഴിഞ്ഞ 5ഓളം നിക്കാഹ്, ഈ പ്രാവശ്യം 7ഓളം നിക്കാഹുകൾ നടക്കുന്നു. അൽഹംദുലില്ലാ ഇന്നും ഓരോരോ വർഷവും വ്യത്യസ്തമായ ഈ രീതി, വ്യത്യസ്തമായ ഓരോ പ്രദേശത്തു നിന്നും ജനങ്ങളെ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് ഇവിടെ. ഇതിനോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റാണിത്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ബാംഗ്ലൂർ ഏകദേശം 500-600 ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ മഹത്തായ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. ഏതായാലും മംഗലത്തിലൊക്കെ പങ്കെടുക്കുക. ഉസ്താദ് നിങ്ങൾ കാണുകയാണ്, ക്ഷണിക്കുകയാണ്. ബാംഗ്ലൂരിലെ ടീമിനെ ഉസ്താദ് സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ആലിംഗനത്തിൽ തന്നെ ഇവരുടെ ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു വലിയ ഒരു ബന്ധം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഓരോരുത്തരെയും റോട്ടിലിറങ്ങിയും അതോടൊപ്പം ഇവരെയൊക്കെ ഇങ്ങനെ എല്ലാവരെയും സ്വീകരിച്ച് ഒരു വീട്ടിലേക്ക് നമ്മൾ വീട്ടിലേക്ക് കല്യാണത്തിന് നമ്മളൊക്കെ അതിഥികളായിട്ട് വരുമ്പോൾ ഒരു വീട്ടുകാരൻ എങ്ങനെയാണോ സ്വീകരിക്കുന്നത്, ആ ഒരു സ്വീകരണത്തിൻ്റെ ആ ഒരു സ്നേഹാശ്ലേഷമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു വികാരമാണ് ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു നാട്ടുകാരുടെ, ഈ ഒരു പ്രദേശത്തുകാരുടെ ഒരു വളരെ വലിയൊരു വികാരം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമുക്ക് ഈ ഭാഗത്ത് എനിക്ക് പിറകിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ദൃശ്യത്തിൽ തന്നെ കാണാം. വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്ത തരത്തിൽ ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നൊരു ഒരു തുറന്ന സ്ഥലമാണ്, ഒരു വയൽ, അതുപോലെയുള്ളൊരു ഗ്രൗണ്ട്, വലിയൊരു ഗ്രൗണ്ടാണ്. തൊട്ടപ്പുറത്ത് സ്ത്രീകൾക്കുള്ള സജ്ജീകരണമുണ്ട്. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി ഈ വേദിയിലേക്ക്, സദസ്സിലേക്ക് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മറ്റൊരു സൗകര്യം കൂടി ഉണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ഭാഗത്ത് ആളുകളൊക്കെ കൂടി ഇരിക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് ആ ഭാഗം സ്ത്രീകൾ ഇരിക്കുകയാണ്. അതിൻ്റെ പുറമെ മറ്റൊരു സ്ഥലം കൂടി അവർക്ക് സൗകര്യം ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ ആളുകളും ഓരോ ദേശത്ത് നിന്ന് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇപ്പൊ ആമുഖ പ്രഭാഷണം എനിക്ക് പിറകിൽ ഇപ്പോൾ ഇവിടെ സദസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ബാംഗ്ലൂരിൽ നിന്ന് 500 പേര് വന്നു എന്ന് പറയുമ്പം അതിൻ്റെ ഒരു തീവ്രത മനസ്സിലായല്ലോ, ഒരു ബന്ധത്തെക്കുറിച്ച് മനസ്സിലായല്ലോ. എല്ലാവരും പറയുന്നത് മുസ്തഫ ഉസ്താദുമായിട്ടുള്ള ആഴത്തിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചാണ്.
എല്ലാവരും പറയുന്നത്. എവിടുന്ന് വരുന്നവരാ? ഞങ്ങൾ മാവൂര് മാവൂരിന്നാണ്. ഇവിടെ ഏതെങ്കിലും റിലേഷൻ? ഞങ്ങളൊരു ഫ്രണ്ടിന് പരിപാടിയുണ്ട്, ഫ്രണ്ടിന് നിക്കാഹുണ്ട്. എന്താ തോന്നുന്നു ഈ ഒരു നിക്കാഹിൽ വന്ന് നിൽക്കുമ്പോൾ? സ്റ്റാർ ഞങ്ങൾ തൊട്ടടുത്തായിട്ട് അറിയില്ല ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഉള്ളത്. തൊട്ടടുത്തായിട്ട് അറിഞ്ഞില്ല. ആക്കോട് വരലുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അതേമാതിരി ഫാമിലി ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇത്ര ഒരു സെറ്റപ്പിൽ ഒരു പരിപാടി നടക്കണേ അങ്ങ് അറിയില്ലേനി, ഇവിടെ എത്തിയാലേ അറിയണേ. ഇതൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാ. ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടാവും. ഇൻഷാ അല്ലാ. സന്തോഷമാണ്. അപ്പൊ ഇതാണ് എല്ലാവരും പറയുന്നൊരു കാര്യം. എല്ലാവർക്കും ഇതൊരു നൽകുന്ന ഒരു സന്തോഷം അത് വേറെ തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒരു ഭാഗത്ത് സന്നദ്ധാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്, മറുഭാഗത്ത് എന്റെ പിറകിലായി ഇതാ നമ്മുടെ ഈ വിവാഹ സംഗമത്തിനെത്തുന്ന, അങ്ങനെ ഒരു ഭാഗത്ത് സന്നദ്ധാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം നമ്മുടെ വിവാഹ സംഗമത്തിനെത്തുന്ന അഥവാ ഇവിടുത്തെ 7 പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്ന നമ്മുടെ പുതുമണവാളന്മാർ എന്ന് നമുക്ക് പറയാം, ഈ രാത്രിയുടെ താരങ്ങൾ, ഈ ഒരു പരിപാടിയുടെ മനോഹരമായ ഈ ഒരു ചടങ്ങിന് ഇവിടുത്തെ മുഖ്യാതിഥികൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മുടെ പ്രിയപ്പെട്ട പുതുമണവാളന്മാർ, നമ്മൾ അവരെ ഈ റോഡിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നഗരിയിലേക്ക് ആനയിക്കുന്ന ഒരു രംഗമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന. ആളുകളൊക്കെ അല്പമൊന്ന് മാറി നിന്നാൽ നമുക്ക് എല്ലാവരെയും നമുക്ക് അവരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ആനയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവരെ എല്ലാവരെയും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം. ഈ 7 പേർ അവരാണ് ഈ രാത്രിയിലെ താരങ്ങൾ. അങ്ങനെ ഒരു ഭാഗത്ത് ആക്കോട് ഇസ്ലാമിക് സെന്ററിലെ സന്നദ്ധാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ രാത്രിയിലെ ഈ ചടങ്ങിന്റെ താരങ്ങളായിട്ടുള്ള നമ്മുടെ ഈ 7 പെൺകുട്ടികളെയും വിവാഹം കഴിക്കുന്ന ഭർത്താക്കന്മാർ അല്ലെങ്കിൽ അവരുടെ പുതു മണവാളന്മാർ ഇവിടെ വേദിയിലേക്ക് ഇവരെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു രംഗമാണ് ഇവിടെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാടി ഇവരെ വേദിയിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ രംഗമാണ് നമ്മൾ കാണുന്നത്. എല്ലാ തരത്തിലും ഏറ്റവും മികച്ച സ്വീകരണം കൊടുത്തുകൊണ്ടാണ് അവരെ ഈ വേദിയിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്നത്. പൂക്കൾ പിടിച്ചുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾ 2 ഭാഗത്തും അണിനിരന്നിട്ടുണ്ട്. 2 ഭാഗത്തും പൂക്കളൊക്കെ പിടിച്ച് കുട്ടികൾ അണിനിരന്ന് ഓരോരുത്തരായി നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ്. ഏറ്റവും സന്തോഷാശ്രു കണങ്ങൾ പൊഴിക്കപ്പെടുന്ന ഒരു മനോഹരമായ ഒരു സന്ധ്യയുടെ മനോഹരമായ നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 7 പേരെയും ഈ സദസ്സൊന്നാകെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരെ സ്നേഹപൂർവം സദസ്സ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരെ ആനയിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ്. നിക്കാഹ് കാർമ്മികത്വം ഇവിടെ നടക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ കോഴിക്കോട് കാലി സെയ്ദ് മുഹമ്മദ് കോയ അജ്മലിൽ തങ്ങൾ ഒരുപാട് നിക്കാഹുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് നമ്മൾ കാണാറുണ്ടെങ്കിൽ പോലും ഒരു വലിയായി അദ്ദേഹം ഒരു ചടങ്ങിൽ ഇരിക്കുന്നത് അത്യപൂർവമായിട്ട് മാത്രമാണ് നമ്മൾ കാണുന്നുള്ളൂ. നിക്കാഹ് ആരംഭിച്ചിരിക്കുകയാണ്. സെയ്ദ് ഹമീദ് അലി ശിഹാബ് തങ്ങളാണ് നിക്കാഹ് കാർമ്മികത്വം ചെയ്തു കൊടുക്കുന്നത്.
ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച, കണ്ണ് നനയിപ്പിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ ഒന്നാമത്തെ നിക്കാഹ് കർമ്മം ഇവിടെ നടന്നിരിക്കുകയാണ്. എല്ലാവരും സാഗൂതം കാതുകൂർപ്പിച്ചുകൊണ്ട് എല്ലാ കണ്ണുകളും ഒരേ വേദിയിലേക്ക് തന്നെ നോക്കി നിന്നുകൊണ്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത്. ഇനി 6 ചടങ്ങുകൾ, 6 നിക്കാഹും ഒരേ സമയത്താണ് നടക്കുക. ഇപ്പോൾ വലിയായ സയ്യിദ് മുഹമ്മദ് ഖാജ ജമലുൽ തങ്ങൾ അടുത്ത ഒരു നിക്കാഹിന് നേതൃത്വം നൽകും. ഹമീദ് അലി ശിഹാബ് തങ്ങൾ മറ്റൊരു നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം നൽകും. പാണക്കാട് സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകും. മുസ്തഫ ഹുദവി ആക്കോട് മറ്റൊരു നിക്കാഹിന് നേതൃത്വം നൽകും. അങ്ങനെ 7 പേർ, ഇനി അവശേഷിക്കുന്ന 6 പേരും നിക്കാഹ് കാർമ്മികത്വത്തിന് നേതൃത്വം കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ ചടങ്ങ് ഇവിടെ പുരോഗമിക്കുന്നത്. ഈ ഒരു നിക്കാഹിന്റെ ഒരു സന്തോഷം ഒന്ന് പങ്കുവെക്കാൻ. വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് എത്തിമക്കളെ നിക്കാഹാണ് നടന്നത്. അതിന് ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ ഒരു ശ്രമമാണ്. അള്ളാഹു തആല ഖൈറുൻ റാഹത്തുലാക്കി തരട്ടെ. അവർക്ക് നല്ല ജീവിതം അള്ളാഹു സന്തോഷം. ഇവിടുത്തെ നിക്കാഹിന് വലിയായും അതോടൊപ്പം തന്നെ കാർമ്മികത്വത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സയ്യിദ് മുഹമ്മദ് ഖാജ ജമലുൽ തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം, ഈ ഒരു കാർമ്മികത്വത്തിന് നേതൃത്വം വഹിച്ചതിലുള്ള ആ ഒരു സന്തോഷം നമുക്കൊന്ന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു സന്തോഷം എങ്ങനെ? അൽഹംദുലില്ലാ, വളരെ ആനന്ദകരമായ ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷിയായിട്ടുള്ളത്. ഇത്രയും 7 പെൺകുട്ടികളെ, എത്തിയും പെൺകുട്ടികളെ വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള ഒരു കാര്യമാണ്. അതിന് ഈ പതിനായിരങ്ങളാണ് സാക്ഷിയായിട്ടുള്ളത്. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കൊക്കെ അല്ലാഹു നന്മ നൽകട്ടെ എന്ന് ദുആ ചെയ്യാണ്. ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ 7 വധു വരന്മാരുടെ നിക്കാഹ് കാർമ്മികത്വം ഈ വേദിയിൽ വെച്ച് നിർവഹിക്കപ്പെടുമ്പോൾ ഈ സ്ഥാപനം ഒരു സാമൂഹിക ഉത്തരവാദിത്തം കൂടി നിറവേറ്റി അവരുടെ ആ ഉത്തരവാദിത്ത അഭിമാനത്തോടു കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു മാതൃക നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്നതാണ്. കേവലം ഒരു നിക്കാഹ് കാർമ്മികത്വം എന്നതിനപ്പുറത്തേക്ക് കുറച്ചധികം യതീം കുട്ടികളെ സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം കൂടി കേരളത്തിന് മുന്നിലേക്ക് ഈ സ്ഥാപനം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സ്ഥാപനവും അതിനെ നയിക്കുന്നവരും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്.